ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, ഒരു സാലഡ് ആണിത്. ട്രൈ കളർ ക്യാപ്സിക്കം സാലഡ് ആണിത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. ഒരു ഡിഫറെന്റ് ആയിരിക്കും ഈ സാലഡ്. ക്യാപ്സിക്കം നമ്മൾ മറ്റുള്ള സാലഡിന്റെ കൂടെ മുറിച്ചിടാറുണ്ട്. എന്നാൽ ക്യാപ്സിക്കം മാത്രം ചേർത്തുണ്ടാക്കിയ ഒരു സാലഡാണിത്. ഡിന്നറിനും ലഞ്ചിനും എല്ലാം ഒരു സ്റ്റാർട്ടറായി നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഒരു മെയിൻ ഡിഷായി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് എങ്ങനെ വളരെ ഈസിയായി ഈ ട്രൈ കളർ ക്യാപ്സിക്കം സാലഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 3 കളറുള്ള ക്യാപ്സിക്കാണ് ഇത്. മഞ്ഞയും ചുവപ്പും പച്ചയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഞാൻ ഈ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി ചോപ്പ് ചെയ്തെടുത്താലും മതി. സാധാരണ ഈ സാലഡിന് വേണ്ടി ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്ക് സാലഡ് റെഡിയാക്കാം. ഇതിനുവേണ്ടി വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് സാലഡിൽ സാധാരണ ഉപയോഗിക്കാറ്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിനെ. വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനെ. ഈ ക്യാപ്സിക്കം ഓവർ കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പകുതിയിലും താഴെ കുക്കായി വന്നാൽ മതി. ചെറുതായെന്ന് കുക്കായി വന്നാൽ മാത്രം മതി. ഓവർ കുക്കാകരുത്, സാലഡിന്റെ ടേസ്റ്റ് കുറയും. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഒരുപാട് സമയം ചൂടാക്കാനും പറ്റില്ല. നമ്മുടെ സാലഡ് ഏകദേശം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ ചേർക്കുന്നത്. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർക്കാം. ഒരു ചെറിയ നാരങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ പിഴിഞ്ഞൊഴിക്കാം. 1/2 നാരങ്ങ ഒഴിച്ചാലും മതി. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1-2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഡ്രസ്സിങ്ങിന്റെ ഐറ്റംസ് എല്ലാം ഇതിലൊന്ന് പിടിക്കണം. ഏകദേശം 1 മിനിറ്റിന്റെ താഴെ മതിയാവും. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ട്രൈ കളർ ക്യാപ്സിക്കം സാലഡ് റെഡി ആയിട്ടുണ്ട്. അത് ചൂടോടുകൂടെ തന്നെ നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ചൂടോടെ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് സെർവ് ചെയ്താലും മതി. ഇതിന്റെ കൂടെ നോൺ വെജ് എല്ലാം സെർവ് ചെയ്യുകയാണെങ്കിൽ ചൂടോടെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. എല്ലാവരും ഈ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.